വഴുതനങ്ങയും കിഴങ്ങും കൂടിട്ട് ഇന്നൊരു തീയലുണ്ടാക്കാൻ പോവുകയാണ്. ഇതിനാവശ്യം കുറച്ച് ചുവന്നുള്ളി, വഴുതനങ്ങ, ഒരു കിഴങ്ങ് കൂടെ ഞാൻ എടുത്തേക്കുകയാണ്. കിഴങ്ങെന്ന് പറഞ്ഞൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി. പിന്നെ ഒരു തക്കാളിക്കായും കൂടെ. തക്കാളിക്ക നമ്മൾ തീയലിൻ്റെ പുളി ചേർക്കുമല്ലോ, പുളിക്ക് പകരം തക്കാളിക്ക ചേർക്കുകയാണ്. വഴുതനങ്ങ ഈ വലിപ്പത്തിൽ കനം കുറച്ചരിയണേ, ഇതേ വലിപ്പത്തിൽ. ഉരുളക്കിഴങ്ങ് ഇതേ കനത്തിലെടുക്കണേ, ഇതേ കനത്തിൽ ഒരുപോലെ അരിയണം. ഇത്രയും ചുമന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, ഇത്രയും ചുമന്നുള്ളി. ചുമന്നുള്ളി ഇതേ പരുവത്തിൽ നീളത്തിൽ അരിയണേ, നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കണം. എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനി ഒന്ന് കഴുകി എടുക്കട്ടെ. തക്കാളിക്ക് നമുക്ക് വേറെ അരിയാം. എല്ലാം കഴുകി വാരി വെച്ചിട്ടുണ്ട്. ഒരു തക്കാളിക്കായും ഒരു പച്ചമുളകും എടുക്കുന്നുള്ളേ. തക്കാളിക്കായും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്രയും തേങ്ങ എടുത്തിട്ടുണ്ട്. ഉണക്കത്തേങ്ങയിൽ വേണം നമ്മൾ തീയലുണ്ടാക്കാൻ, എന്നാലേ സ്വാദുള്ളൂ. ഇനിയും കഷ്ണങ്ങൾ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്ത് തക്കാളിക്ക ഇടത്തില്ല കേട്ടോ. ഇത് നമ്മുടെ ഉരുളക്കിഴങ്ങും ചുമന്നുള്ളിയും വഴുതനങ്ങായും ഒന്ന് വരണ്ട് വന്നിട്ട് മാത്രമേ നമ്മൾ തക്കാളിക്ക ഇടയ്ക്ക് ചേർക്കാം. ഇതേ വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിക്ക ചേർക്കാം ഇതിനകത്തോട്ട്. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം വരണ്ട് വന്നിട്ടുണ്ട്. കഷ്ണത്തിനകത്തോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, പാകത്തിനുള്ള വെള്ളം. അതിൽ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനിയും കഷ്ണം ഇവിടെ വേകട്ടെ. നമുക്കിനി തേങ്ങ വറക്കാം. ആവശ്യമുള്ള ഒരു 5 വറ്റൽമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. മുളക് പൊടിയും ചേർക്കാം. വറ്റൽമുളക് ഞാൻ ഇങ്ങനെ മുറിച്ചിട്ടാണ് വറക്കുന്നത്. ഇനി തേങ്ങ നമ്മൾ വറക്കുക. ഒരുമാതിരി മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു ചെറിയ സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. എനിക്കിച്ചിരി എരി കൂടുതൽ വേണം. ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക. തേങ്ങ ബ്രൗൺ കളറായി കണ്ടോ. ഇനി നമുക്കിനി അരച്ചെടുക്കുക. നമ്മൾ കുഴമ്പ് പരുവത്തിൽ ഇങ്ങനെ എണ്ണ വരും ഇതിനകത്ത്, അതേ പരുവത്തിലാണ് അരച്ചെടുക്കുന്നത്. നമ്മൾ അരയ്ക്കുമ്പം ഒരിക്കലും വെള്ളം ഒഴിക്കരുത് കേട്ടോ. വെള്ളം ഒഴിക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കുക. എണ്ണമൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഈ അരപ്പ ഇതിലോട്ട് ചേർക്കാം. അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കെല്ലാം കൂടെ ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കുക. തീയൽ റെഡി ആയിട്ടുണ്ട്.